Welcome to another video of learning tips. Here we are going to discuss about the second chapter from 10th standard history. The name of the chapter is World in 20th Century. In the beginning of the chapter, we can see a map of Africa. Then there is a question. Why do the African countries share straight border line? എന്തുകൊണ്ടാണ് ആഫ്രിക്കയ്ക്ക് സ്ട്രൈറ്റ് ബോർഡർ ലൈൻ വരാനുള്ള കാരണം എന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. Why? What is the reason behind it? The Europeans who reached in Africa in search of natural resources partitioned the continent at the beginning of the 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആഫ്രിക്കയിലെത്തിയ യൂറോപ്യന്മാർ ആഫ്രിക്കയെ വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. On the basis of some agreements among the European countries, they divided the African nations amongst themselves by just drawing a straight line on the map. ഒരു ആഫ്രിക്കയുടെ ഭൂപടം എടുത്തിട്ട് യൂറോപ്യന്മാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വരച്ചുകൊണ്ട് അതിനെ വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രൈറ്റ് ബോർഡർ ലൈൻ വരാനുള്ള കാരണം. ഫ്രം ക്യാപിറ്റലിസം ടു ഇംപീരിയലിസം. ഇൻ ദിസ് പാർട്ട് ദ ചാപ്റ്റർ എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ റീച്ച്ഡ് ഇൻ imperialism or how industrial revolution led to the development of imperialism. Industrial revolution caused to capitalism. Capitalism caused to colonization. Colonization caused to imperialism. What is industrial revolution? Industrial revolution is the ardent development in the field of industry in Europe during the time of 18th century. What is capitalism? The economic system in which the production and distribution are controlled by the capitalist with the aim to increase the profit is known as capitalism. ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോളനൈസേഷൻ? ഇക്കണോമിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൺ കൺട്രി ഓൺ ദ അതർ കൺട്രി ബൈ യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സ്. രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യുക, അതിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. റീസൺ ഫോർ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ് ബൈ കൊളോണിയൽ മാസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ കോളനികളിൽ പണം നിക്ഷേപിക്കാനുള്ള കാരണം, അവരുടെ സമ്പത്ത് കോളനികളിൽ നിക്ഷേപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ. ദ ഫസ്റ്റ് വൺ, ചീപ്പ് ലേബർ. കുറഞ്ഞ വേതനം, കുറഞ്ഞ കൂലി മാത്രം കൊടുത്താൽ മതിയായിരുന്നു. The second one, availability of raw materials. ധാരാളം അസംസ്കൃത വസ്തുക്കൾ ഇവിടെ ലഭിച്ചിരുന്നു. Low cost involved in manufacturing and selling goods in colonies. ഇവിടെ തന്നെ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിൽക്കുമ്പോഴുള്ള ലാഭം. What is imperialism? Imposing a nation's political, economic and cultural dominance on another nation. It was the distinctive phase of flow of finance capital to colonies. ഒരു രാജ്യം അതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ താൽപ്പര്യങ്ങൾ മറ്റൊരു രാജ്യത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് ഇംപീരിയലിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് It was the distinctive phase of the flow of finance capital to colonies. ഈ കാലഘട്ടത്തിലാണ് യൂറോപ്യന്മാർ അവരുടെ സമ്പത്ത് കോളനികളിലേക്ക് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. How did imperialism
affect the colonies. When the Britishers ready to introduce the imperialism in our country, that badly affect our country. How did imperialism affect the colonies? The first one, traditional economic system of the colonies was destroyed. നമ്മുടെ രാജ്യത്ത് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക വ്യവസ്ഥ തകർന്നു. The second one, administrative and judicial system were replaced. ഭരണവും അതുപോലെ തന്നെ ജുഡീഷ്യറിയുമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടു, മാറ്റിമറിക്കപ്പെട്ടു. People in colonies were forced to cultivate cash crops in lieu to traditional food crops. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യേണ്ടി വന്നു. Poverty and unemployment increased. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. Natural resources were widely exploited. രാജ്യത്തുള്ള പ്രകൃതി വിഭവങ്ങളെയൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടു. Indigenous art, literature, language, culture and education system were destroyed. തദ്ദേശീയമായ കലകൾ, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എല്ലാം നശിച്ചുപോയി. Then we are going to discuss about the one of the important part in this chapter, that is the First World War. The period of the First World War is 1914 to 1918. Which are the important causes of the First World War? The first one, competition in establishing colonies among European nations. European nations compete each other to establish the colonies in the different Asian countries. Formation of military alliance. സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. Which are the important military alliance during that period? There are two important alliances. The first one is the Triple Alliance and the second one is the Triple Entente. The main countries included in the Triple Alliance were Germany, Austria-Hungary and Italy. At the same time, in Triple Entente, England, France and Russia. Then another important cause for the First World War is aggressive nationalism. What is aggressive nationalism? Aggressive nationalists considered their own nations as the supreme and justified whatever the actions of their nations. തങ്ങളുടെ രാജ്യം എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവത്തെയാണ് അഗ്രസീവ് നാഷണാലിസം എന്ന് വിളിക്കുന്നത്. മൈ കൺട്രി റൈറ്റ് ഓർ റോങ്, എൻ്റെ രാജ്യം എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ കാലത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. Another important cause of First World War is formation of various movements. വിവിധ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണം. Various movements in Europe such as Pan-Slav, Pan-German, revenge movements were an offshoot of aggressive nationalism. Aggressive nationalism എന്ന ആശയത്തിൽ നിന്ന് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ യൂറോപ്പിലുണ്ടായി. അത്തരമുണ്ടായ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളായിരുന്നു പാൻ-സ്ലാവ് പ്രസ്ഥാനം, പാൻ-ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. Another important cause for the First World War is the Imperialist Crisis. സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ. ഇത്തരത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മൊറോക്കൻ ക്രൈസിസ്. It is the issue between France and Germany over the right in Morocco. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ അധികാരത്തെ ചൊല്ലി ജർമ്മനിയും ഫ്രാൻസും തമ്മിലുണ്ടായ ഒരു പ്രശ്നമായിരുന്നു മൊറോക്കൻ ക്രൈസിസ്. Then another crisis is Balkan crisis. Conflict among the Balkan states in the sharing of the benefits of the war. യുദ്ധത്തിലുള്ള യുദ്ധമുതൽ വീതിച്ചെടുക്കുന്നതിൽ ബാൾക്കൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു ബാൾക്കൻ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. When the Austria laid its claim over the Balkan region with the support of Germany, Serbia claimed
this region with the support of Russia. ബാൾക്കൺ പ്രദേശത്തെ ചൊല്ലിയുള്ള പ്രശ്നത്തെ തുടർന്ന് ഓസ്ട്രിയ ജർമ്മനിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാൾക്കൺ പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം തന്നെ സെർബിയ ഈ പ്രദേശങ്ങളിൽ റഷ്യയുടെ പിന്തുണയോടുകൂടി അവകാശവാദം ഉന്നയിച്ചു. ഇമ്മീഡിയറ്റ് കോസ്. വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് കോസ് for the First World War? A Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to throne of Austria, at the Bosnian capital Sarajevo in 28 June 1914. ഒന്നാം ലോക യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ സെർബിയൻ യുവാവായ ഗാവ്രിലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. എന്നാണ് വെടിവെച്ചു കൊന്നത്? 28 ജൂൺ 1914. ഇതായിരുന്നു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെടിവെച്ചു കൊന്നപ്പോൾ ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് and declare war on Serbia on 28 July 1914. The allied nation rushed to help their allies. ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വെടിവെച്ച് കൊന്നതോടെ ഓസ്ട്രിയ സെർബിയക്കാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്വമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ സെർബിയയോട് ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പ്രഖ്യാപനത്തെ തുടർന്നിട്ട് ദ അലീഡ് നാഷൻസ് റഷ്ഡ് ടു ഹെൽപ്പ് ദെയർ അലീസ്. അപ്പോൾ നേരത്തെ തന്നെ രണ്ട് സഖ്യങ്ങളുണ്ട്, ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റൻറ്റ്. ഈ സഖ്യകക്ഷികളൊക്കെ എന്ത് ചെയ്തു? അവരവരുടെ സഖ്യകക്ഷികളെ ഈ യുദ്ധത്തിൽ സഹായിക്കാൻ തയ്യാറായി. ഓൾമോസ്റ്റ് ഓൾ ദ നാഷൻസ് ഓഫ് ദ വേൾഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. Therefore this war is known as the First World War. മിക്കവാറും എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാം ലോകയുദ്ധം അതല്ലെങ്കിൽ ലോകയുദ്ധം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. Aftermath of the war. Here we are going to discuss about which are the important results or impact of the war. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ്? First one, over 10 million people lost their lives or were injured in the war. 10 million ജനങ്ങൾ മരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അത്യാഹിതം സംഭവിക്കുകയും ചെയ്തു. Second one, agriculture, industry and communication system were destroyed. കൃഷി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ ഈ മേഖലയൊക്കെ തകർന്നു. Poverty, unemployment and inflation increased. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. ഇക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്യന്മാരുടെ സാമ്പത്തിക മേധാവിത്വം തകർന്നു. ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. In a bid to bring about peace in the world, the League of Nations was formed. ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗ് ഓഫ് നാഷൻ എന്നൊരു സംഘടന രൂപീകൃതമായി. പീസ് എഫേർട്സ്. എ പീസ് കോൺഫറൻസ് വാസ് കൺവെൻഡ് അറ്റ് പാരീസ് ഇൻ 1919 to discuss the post-war situation under the leadership of the winning allies Britain and France. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ വിജയിച്ച മറ്റ് രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു സമാധാന ചർച്ച പാരീസിൽ വെച്ചിട്ട് 1919 നടന്നു. They signed different treaties with the defeated nations. പരാജിതരായ രാജ്യങ്ങളുമായിട്ട് അവർ വിവിധ സന്ധികൾ ഒപ്പുവെച്ചു. Among these treaties, the Versailles Treaty signed with Germany in 1919 was the most important one. ഈ ഒപ്പുവെച്ച സന്ധികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായ്സ് സന്ധി. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ വേഴ്സായ്സ് ട്രീറ്റി. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ജർമ്മൻ കോളനീസ് വേർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ്. ജർമ്മൻ കോളനികളൊക്കെ വിജയിച്ച രാജ്യങ്ങൾ വീതിച്ചെടുത്തു. ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. യുദ്ധനഷ്ടപരിഹാരം എന്ന നിലക്ക് ജർമ്മനി വലിയ ഒരു എമൗണ്ട് വിജയിച്ച രാജ്യങ്ങൾക്ക് നൽകേണ്ടി വന്നു.
ദ അലീസ് ഒക്കുപ്പൈഡ് റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ കീഴിലുണ്ടായിരുന്ന ധനികമായ ഖനികളൊക്കെ ഈ വിജയിച്ച രാജ്യങ്ങൾ പിടിച്ചെടുത്തു. എബവ് ആൾ, വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസോൾവ്ഡ്. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മുകളിൽ ചുമത്തുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ജർമ്മനിയാണെന്ന് പറഞ്ഞിട്ട് യുദ്ധക്കുറ്റം അവരുടെ മുകളിൽ ചുമത്തുകയും ജർമ്മനിയെ പൂർണ്ണമായും നിരായുധവൽക്കരിക്കുകയും ചെയ്തു. എക്കണോമിക് ഡിപ്രഷൻ 1929, 1929 സാമ്പത്തിക തകർച്ച, സാമ്പത്തിക മാന്ദ്യം. After First World War, United States of America emerged as a new economic power outside Europe. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക ഒരു വലിയ ശക്തിയായിട്ട്, വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. അമേരിക്കൻ ഡോളർ ഓവർടുക്ക് ബ്രിട്ടീഷ് പൗണ്ട് ആസ് ദ ബേസിസ് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗ്. അതുവരെ ഒന്നാം ലോക യുദ്ധം വരെ ബ്രിട്ടൻ്റെ പൗണ്ടിനായിരുന്നു മാർക്കറ്റിൽ വാല്യൂ ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ഡോളർ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ മുകളിൽ കടക്കുകയാണ് ചെയ്തത്. ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചു. ബട്ട് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA did not last long. The world was thrown into a economic crisis in 1929, which was originated in the USA. എന്നാൽ അമേരിക്കക്ക് ഈ സാമ്പത്തിക പുരോഗതി നിലനിർത്താൻ കഴിഞ്ഞില്ല. 1929 ആയപ്പോഴേക്കും ലോകത്തെ മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യം പിടികൂടി. അത് തുടക്കം കുറിച്ചത് അമേരിക്കയിലായിരുന്നു. ഇമ്പാക്ട്സ് ഓഫ് ദ എക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929. ഈ 1929 സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡിൻറ്റ് അഫോർഡ് ദ കമോഡിറ്റീസ്. ജനങ്ങളൊക്കെ പോപ്പറായതുകൊണ്ട് അവർക്ക് അവരുടെ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. ഗുഡ്സ് വർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. സാധനങ്ങളൊക്കെ വിൽക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നാഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു ദ USA അടയ്ക്കേണ്ട ലോണുകളൊന്നും തിരിച്ചടക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയാതെ വന്നു. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകളൊക്കെ തകർന്നുപോയി. ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിച്ചു. ഇതൊക്കെയാണ് 1929 സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ.